ന്യൂ ഇയറിന്റെ തലേ ദിവസത്തെ ഒരു കുഞ്ഞു വ്ലോഗ് കണ്ടാലോ? ഇത് ഡിസംബർ 31 അങ്ങനെ അടുത്ത ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയപാടെ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, പുറത്തു പോകാന്ന് പറഞ്ഞ് ഞാനും അമ്മ നേരെ പോയത് കാട്ടാക്കടയുള്ള വിസ്മയിലാണ് കേട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വിസ്മയിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ സ്റ്റേഷനറി സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ എവിടെ പോയാലും എന്തെങ്കിലും എടുക്കാതെ ഞാൻ വരത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ ഇവിടെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ്. ഈ രണ്ട് കുട്ടന്മാരെ എനിക്കങ്ങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ, പക്ഷെ എന്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞ കേസ് പിന്നെ കുട്ടികളുടെ പെഡിഗ്രിയുടെ ഗ്രേവി ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ടാണ് പോയത്. ഞാൻ ഈ ഒരു കറക്റ്റർ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയി ഫുഡ് മേടിക്കാനായിട്ട് ചിക്മേനിയയിലോട്ടാണ്. അവിടെ പോയി ഫുഡ് പാഴ്സലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലെ കേസ് ഞാൻ കണ്ടുപിടിച്ചു എന്റെ ഫേസിൽ പുതിയ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾസ്, പിമ്പിൾസ് എല്ലാം അവിടെ ഇരുന്ന് അമ്മയോടെ എന്റെ വിഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫുഡ് റെഡി ആയത്. അങ്ങനെ പാഴ്സൽ മേടിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ ഒരു സമയത്ത് ഗ്രീൻ ഗ്രേപ്സിനാണല്ലോ ഡിമാൻഡ്, അതുകൊണ്ട് തന്നെ വിസ്മയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. എന്തിനാ മേടിച്ചെന്ന് ആർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് തന്നെ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഗൈസ്, ഈ പള്ളിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.